ഹായ് മക്കള്, ഒറ്റ മിനിറ്റ് കൊണ്ട് 2 മാർക്ക് തരട്ടെ. ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയിരുന്നോ? നമ്മുടെ ബീജങ്ങള്, പുംബീജം അതുപോലെ തന്നെ സ്ത്രീയുടെ അണ്ഡം, ഈ 2 ഭാഗത്തിന്റെ ഡിഫറൻസിയേഷന് വ്യത്യാസങ്ങൾ ചോദിച്ചുകൊണ്ടൊരു ചോദ്യം നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കിയിരുന്നോ, ചാടി ഇരുന്നോ, ഇപ്പൊ തന്നെ ലേക്ക് അടിച്ച് വെച്ചോ കേട്ടോ. മക്കളെ നോക്കിയേ, ഇവിടെ നമ്മൾ വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ 3 രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്ന്, ഇവരുടെ ആകൃതി, ഷേപ്പ്. മറ്റൊന്ന് മക്കൾ ഇവരുടെ വലുപ്പമാണ്. മൂന്നാമത് ഇവരുടെ മോട്ടിലിറ്റി, ചലനശേഷിയാണ്. ആദ്യം ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഷേപ്പ് നോക്കാം അല്ലെ മക്കളെ. നോക്കിക്കേ, നമ്മുടെ പുംബീജങ്ങളുടെ സ്പേമിന്റെ ഷേപ്പ് നോക്കിക്കേ. തല, ഉടല്, വാലുള്ള ബോഡി, ഹെഡ്, ടെയിലൊക്കെ ഉള്ള ഒരു നീണ്ട സ്ട്രക്ചറാണ്. എന്ന ഓവത്തിന്റെ അണ്ടത്തെ സ്ട്രക്ചർ എന്താണ്? ഗോളാകൃതിയാകുന്നു, സ്ഫെറിക്കൽ ഷേപ്പ് ആകുന്നു. അടുത്തത് വലുപ്പമാണ്. നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ പുംബീജങ്ങൾ അണ്ടത്തേക്കാൾ ചെറുതാ, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അണ്ടം എന്താണ്? കമ്പാരിറ്റീവ്ലി വലുതാണ്. നമ്മുടെ ലാർജർ ആണ് അണ്ടം എന്ന് പറഞ്ഞ, ഓവ എന്ന് പറഞ്ഞത് അല്ലെ. മറ്റൊന്ന് നോക്കിക്കേ, മൂന്നാമത് ചലനശേഷി വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. ചലനശേഷി, പുംബീജങ്ങൾക്ക് വാലുണ്ടായത് കൊണ്ട് തന്നെ ആ വാല് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ആ വാല് ചലിപ്പിച്ചുകൊണ്ട് പുംബീജങ്ങൾ ചലിക്കും. എന്നാലോ അണ്ടം എന്ത് ചെയ്യില്ല, ചലിക്കൂല. എന്ന് വെച്ചാൽ അണ്ടങ്ങൾക്ക് ചലനശേഷിയില്ല. റെഡി അല്ലേടാ? ഈ 3 പോയിന്റ് ഉത്തരത്തിന് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഷുവർ ആണ്, ഒരു പ്രശ്നമില്ല. റെഡി അല്ലേടാ? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സോ മക്കൾസ്, ഓൾ ദി ബെസ്റ്റ്.